നല്ലോണം മഴ പെയ്തിനാ ഭയങ്കര കാറ്റാണ് താഴ്ച നോക്കല്ലോ വാരിക്കാനുള്ള പറന്നിന് തൊട്ടുന്ന നാട്ടിൽ എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, സമയം 11:46 PM രാത്രിയാണ്. 11:46 ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണിത്. ഇന്നലെ രാത്രി നമ്മൾ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ നല്ല മഴയെല്ലാം വരുന്നുണ്ടായിരുന്നു, ഇടി മിന്നൽ. കണ്ണൂരോളത്തിൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക്, ഈ മനോഹരമായ യാത്രയിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം രാത്രി സമയം 11:46 PM. നല്ല ഇടിയും കാറ്റും മഴയും വരുന്നുണ്ട്. ഡ്രൈവിന് ഒന്ന് ഇറങ്ങിയതാണ്, നമ്മളൊന്ന് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. അതിൻ്റെ കാഴ്ചകൾ, കണ്ണൂരിൻ്റെ ഈ സമയത്തുള്ള കാഴ്ചകളും നല്ല മഴയും വരുന്നുണ്ട്. മഴ ഇടിയും മഴയുമാണ്. ആ ഭംഗിയൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കും, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഓക്കെ, കാറ്റുണ്ടോ? കാറ്റ് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഇതേതാ കാറ്റല്ലേ? വെള്ളം തീർന്നു തുടക്കണം. മഴ പറഞ്ഞോണ്ട് നനയുന്നു. ഫ്രണ്ട് കിട്ടുന്നുണ്ടോ? കേരളം പൂട്ടി. മഴ മാറുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയില്ല. പിന്നെ നല്ല കാറ്റടിച്ചിട്ട് വീട്ടൊക്കെ. അതെ, അയ്യോ അത് കാണുന്നില്ല. ഭയങ്കര കാറ്റടിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ആയിപ്പോയേ. എടുക്കുന്നുണ്ടോ? ഇതാ എല്ലാം മറിഞ്ഞു വീട്ടോ. നല്ല കാറ്റടിച്ചു കേട്ടോ. എടുക്കുന്നുണ്ടോ? കാറ്റടിച്ചു. നല്ല കാറ്റിന് ഡിവൈഡറിലോ താഴ്ച ഭാഗത്ത് വെച്ച ഡിവൈഡറൊക്കെ നല്ല കാറ്റിന് മുഴുവൻ വീണിട്ടാണ് ഉള്ളത്. നാട്ടുകാർ ചെറുപ്പക്കാരെല്ലാം കൂടി ഇത് എടുത്തു വെക്കുന്നുണ്ട്. അത്രയും നല്ല കാറ്റാണ് ഇപ്പോൾ ഈ സമയത്തിവിടെ ഉണ്ടായിട്ടുള്ളത്. നല്ല കാറ്റാണല്ലേ? എന്തെന്നാണല്ലേ? ഓട്ടോ ഇല്ല ഇവിടെ. ഓട്ടോ ഇല്ല. പിന്നെ നമ്മൾ കഴുത്തിലൊക്കെ എത്തുമ്പോൾ ആദ്യം ഇതേപോലെ ഡിവൈഡർ കുറേ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് അതെല്ലാം എടുത്തു വെക്കുക ചെയ്തത്. പെട്ടെന്ന് അറിയാണ്ട് വണ്ടി വന്നാൽ വലിയ അപകടം ഉണ്ടാകും. നമ്മൾ അവിടെയെല്ലാം നല്ല സാധാരണ അപകടങ്ങൾ നടക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ കുറേ നല്ല മാറ്റി വെച്ചു. മഴ അധികമില്ല കേട്ടോ, ചെറിയ മഴയുള്ളൂ. പക്ഷെ നല്ല കാറ്റാണ്. കമ്പീൻ്റെ ബാരിക്കേഡുകളെല്ലാം അത് പിന്നെ പരസ്പരം കൂട്ടിക്കെട്ടിയ കയറ് കൊണ്ട് കൂട്ടി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വീഴുമ്പോൾ തന്നെ എല്ലാം മറഞ്ഞു പോകും. ഇത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അത്
പിന്നെ നീങ്ങി നടുക്കോട്ടലായി വന്നിട്ടുണ്ട് റോഡിൻ്റെ. അപ്പം നല്ല സാധാരണയായി ഭയങ്കര അപകടമെല്ലാം സംഭവിക്കുന്ന ഏരിയയാണിത്. അതുകൊണ്ട് പെട്ടെന്ന് അറിയാണ്ട് ദൂരെ നിന്നെല്ലാം വരുന്ന വണ്ടികളാണെങ്കിൽ അപകടം സംഭവിക്കും. അതുകൊണ്ട് നമ്മളെടുത്ത് മാറ്റിയതാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ അങ്ങൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അടിച്ചിട്ടില്ലല്ലോ. കാറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോക്കൊക്കെ അല്ലേ. മഴ ഇപ്പൊ പെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ഗ്ലാസ് കണ്ടല്ലേ. ഇവിടെ പെയ്ത് കഴിഞ്ഞ് നമ്മള് ചുവക്കെ ഉള്ളപ്പോൾ പെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വഴിയോരത്തുള്ളവരിലെന്നാ ചെയ്യാല്ലേ. ഓരോ മഴക്കുള്ള സംവിധാനത്തിൽ തന്നെയാണ് ഓരോ ടെന്റ് അടിക്കുക. വെള്ളമകത്ത് കയറില്ല, വരമ്പാക്കിട്ട്. ഭയങ്കര കാറ്റാങ്കിലാന്ന് പ്രശ്നം. കാറ്റാങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോകൂലേ? ഇത്ര നല്ല കാറ്റ് വന്നിട്ട്. നമ്മള് ആലക്കോട് ആ സൈഡിലില്ലേ, കാറ്റടിച്ചിട്ട് ഈ പശുവിന്റെ ടെന്റ് ഉണ്ടല്ലോ, ഷീറ്റ്, അതിന്റെ മേൽക്കൂര അടക്കം എടുത്തിട്ട് കൊണ്ടുപോയി പാറ്റി അപ്പുറത്തെ പറമ്പത്ത് കൊണ്ടിട്ട്. മഴ 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 വന്നോ. സ്കൂട്ടർ എടുത്ത് വന്നിട്ടെങ്കിലോ? സ്കൂട്ടർ എടുത്ത് നമുക്ക് വരാമെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാറ്റടിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോയിട്ട് കറക്റ്റ് വൈപ്പറ വൈപ്പറിട്ടാൽ പുറത്തേക്കാണ്. അന്നേരം ഈ വൈപ്പർ ഇങ്ങനെ ഇതാകുമ്പോൾ വെച്ചാൽ അത് വീഡിയോ ഇതാകുന്നില്ലേ? താണെ എത്തിയിരിക്കുന്നു. താണക്കൽ നല്ലോണം മഴ പെയ്തിന് കേട്ടാ. ചിലപ്പോ നമ്മളങ്ങോട്ടല്ല ഇപ്പൊ നല്ല ആളാണല്ലോ. എല്ലാവർക്കും മഴ അപ്രതീക്ഷിതമായ മഴയ്ക്ക് മഴക്കെല്ലാരും തണുത്തു പോയി. കുടുങ്ങി പണ്ടാൻ തുടങ്ങി. പിന്നെ സ്കൂട്ടറിൽ പോകുന്നവരെല്ലാം കുടുങ്ങൂല. അപ്പൊ ഒരു ചായ കുടിച്ച് പോകാൻ വേണ്ടി. വൈപ്പർ ഇടൂ ചേട്ടാ. ബാരിക്കേഡിന് തീരെ വെയിറ്റ് ഇല്ല കേട്ടോ പ്ലാസ്റ്റിക് സാധനത്തിന്. പ്ലാസ്റ്റിക്കിന് ഉണ്ടാവില്ല, പക്ഷെ ആ മറ്റേ കമ്പീന്റെ വീണിട്ടില്ലേ? അത് എല്ലാം ഫുള്ള് വീണിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാ. ഇവര് തമ്മിൽ ഇത് കെട്ടി. ഓ അപ്പൊ ഒന്ന് വീഴുമ്പോ എല്ലാം ചടപടാന്ന് വീണ്. ഇവിടെ നമ്മള് കടസത്തില്ലേ? സത്യമില്ല. ഇപ്പൊ താണ ക്യാപിറ്റൽ മാള് കഴിഞ്ഞ് ഇവിടെയൊന്നും വീട്ടില്ല അല്ലേ? വീടൊന്നും വീട്ടില്ല. ഇവിടെ നല്ല മഴ പെയ്ത് കഴിഞ്ഞത് നമ്മളെ തട്ടുകട. ആളുടെ വണ്ടിയിലാണ് ആളുടെ. അവിടെ ഒരു നല്ല കാറ്റടിച്ചു കേട്ടോ. നല്ല വേസ്റ്റുള്ള റോഡിലെത്തിയിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നത് അഭിലാഷ് ചേട്ടന്? ഓളും വെറുതെ ഒരു നൈറ്റ് ഡ്രൈവ്. റോഡിൽ മൊത്തം എന്തല്ലോ വന്ന് വീണിട്ട്. സമയം 12:11 AM. കറണ്ട് പോയല്ലേ? ഏതാ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത? മിന്നൽ ആകെ ഒരു വിജനത തോന്നുന്നല്ലേ ഇന്ന്. വല്ലാത്ത ഭീതിതമായ വിജനം. ഓ നല്ല മിന്നലാണല്ലോ. നമുക്ക് ഇനി പഴയ സ്ഥലത്തേക്കില്ല മറ്റേ ആർട്ട് വർക്ക് എന്തായി നോക്കിയിട്ട് പോവാം. ഇപ്പം നമ്മൾ താവക്കരയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടുള്ള ആ വഴിയിലാണ് ഉള്ളത് കേട്ടോ. റെയിൽവേ മുത്തപ്പൻ്റെ അതിൻ്റെ മുന്നിലോട്ടുള്ള ആ വഴിയില്ലേ, അതുവഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് റെയിൽവേ മുത്തപ്പൻ്റെ ആ ബിൽഡിങ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമാണിത്.
കറണ്ട് പോയിട്ടാണ് ഉള്ളത്. കാറ്റടിച്ചിട്ടാണോ? ഇവിടെ എപ്പോഴും സജീവമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. രാത്രി ആയാലും പുലർച്ചയായാലും പകലായാലും. കാരണം റെയിൽവേ സ്റ്റേഷനകത്ത് ആൾക്കാർ വരുന്നതും പോകുന്നതായ ഒരു സ്ഥലമായതുകൊണ്ട് എപ്പോഴും ഇവിടെ ആളുകളുണ്ടാവും. ചായ കുടിക്കണമെങ്കിൽ നൈറ്റ് വഴിയായിട്ട് തുറന്നിട്ടുണ്ടാവുമോ? നമ്മൾ ഇപ്പം അവിടെ തന്നെ മുനീശ്വരം കരുത്തിയായില്ല അല്ലേ? മനുഷ്യൻ എത്താമേ. ഇതാ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിന്റെ പുതിയ ഷോപ്പ് വരുന്നുണ്ട്. ഇതാ ഇവിടെ ഇതല്ലേ ഈ അഭിലാഷ് ടൂറിസ്റ്റ് ഹോം കഴിഞ്ഞിട്ട് മുനീശ്വരം കോവിൽ എത്തുന്നതിന്റെ അടുത്ത് തന്നെ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് പെട്രോൾ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിന്റെ പുതിയ ഷോറൂം. ഷോറൂം 24 മണിക്കൂറാന്ന് തോന്നുന്നു. കറണ്ട് പോയോണ്ട് ഒന്നും ക്ലിയറില്ല. മുനീശ്വരം കോവിൽ ചായപ്പൊടി മിൽമയൊന്നും ഇപ്പൊ ഈ ഭാഗത്തൊന്നും ഇപ്പൊ 24 മണിക്കൂർ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ചൂട് ചായ കുടിക്കാൻ തോന്നുന്ന ഒരു മഴ അല്ലേ? യാത്ര കൂട്ടും തപസ്യ. ചായ വായിലൊക്കെ അതാണല്ലേ രസമില്ലാത്ത ചായ. ഇവിടെ ചായയിൽ ഇടാൻ മറ്റേ മസാല ചായ ഉള്ളൂ. മസാല ചായ എല്ലാം പൂട്ടി വെള്ളം കണ്ടാ ശ്രീനാരായണ പാർക്ക് കവിത ടാക്കീസിന്റെ അടുത്തല്ലേ? പാർക്ക് പാർക്ക് അവനി അപ്പാർട്ട്മെന്റ് ബ്ലൂ നൈൽ വെറുതെ പയ്യാമ്പലം പോയാലോ? എന്റെ പേടിയ പോലീസ് പിടിക്കൂലേ? പോലീസ് നമ്മൾ ഇറങ്ങിയാൽ മതി. എന്താ സ്ഥിതി നോക്കാലോ പയ്യാമ്പലത്തിൻ്റെ. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഇല്ലേ? യാ മോളെ അടുത്ത് ചാർട്ടത് എല്ലാ വണ്ടി കാണുന്നില്ല. നീ വണ്ടിക്ക് പോകാൻ കഴിയില്ല. ഇവിടെ നല്ല മഴ പെയ്തിന് കേട്ടാ. തോട്ടുമല്ലാ ചളി. മുണ്ടൂല മഴ നിന്നോട്. നീ നമ്മളെ വീട്ടിൽ പെയ്തില്ല, നമ്മളെ നാട്ടിൽ പെയ്തില്ല, നമ്മളെ വീട്ടിൽ പെയ്തില്ല, നമ്മളെ നാട്ടിൽ പെയ്തില്ല. ഇത് അടിപൊളിയാണല്ലേ? ഏതാ അവരെ ലൈറ്റിങ്സ് നല്ല സംഭവമാണ്. വളരെ നല്ല ഒരു ഇതാണ്. ഇതിന്റെ ഓലയെല്ലാം കുറെ ഇങ്ങനെ റോഡുമ്മലേക്ക് കാറ്റ് നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്ന് പറയാൻ എത്ര ഓലയല്ല റോഡിലേക്കല്ലേ? തെങ്ങ് മുഴുവൻ റോഡിലേക്ക് കാറ്റുള്ള. നമ്മൾ കണ്ണൂരിൽ നിന്ന് പയ്യാമ്പലത്തേക്കുള്ള റോഡിലാണ് ഉള്ളത്. ആ റോഡിലാണ് ഇങ്ങനെ മഴ കാറ്റുണ്ടായതുകൊണ്ട് ഓലയും അങ്ങനെയുള്ള റോഡിലേക്ക് വീണിട്ടാണ് ഉള്ളത്. കുറേ ഇലകളും ഓലകളെല്ലാം. ശ്രീരോഷിന്റെ പുതിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട് കേട്ടോ. രാവിലെ 8 മണിക്ക് വന്നപ്പോ അതൊന്നും ഓലയാ ഓലയാ എത്ര ഓല റോഡിൽ കിടക്കുന്നല്ലേ? ഇപ്പം നമ്മൾ പയ്യാമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ആ കാണുന്നതാണ് പയ്യാമ്പലം പാലം. നല്ല മിന്നലുണ്ട് കേട്ടോ. താഴെ വരും. വെള്ളം കയറുന്നു. കച്ചുണ്ട് അല്ലേ? കച്ചുണ്ട്. നമുക്ക് അവിടെ നിന്ന് കഴിച്ചാലോ? വെച്ചിട്ടല്ലേ? ഓവർ കൂട്ടാൻ പോയിരിക്കും. ഒന്നുമില്ല. ഇപ്പൊ തിരിച്ചു വരല്ലേ?
തിരിച്ചു വരുമ്പോ അവിടെ നിർത്തിരുന്ന് പോയി അല്ലേ? വേറെ ഒന്നുമില്ല, എല്ലാരും കൂട്ടി പോയി മറക്കി വെച്ചിട്ടല്ലോ. കാറ്റിന് മറക്കെല്ലാം വീണ് പോയി. ചായയും കുടിക്കാം. ചായ കുടിക്കട്ടോ. സമയം 12:20. 12:20. ഇതാണ് നമ്മൾ. ഇതാണ് അയ്യോ ഇതാണ് നമ്മൾ. നൈറ്റ് ഡ്രൈവിന് ഇറങ്ങി. 12:21. അവിടുന്ന് തിരിച്ച് എങ്ങോട്ടാ പോകുന്നിനി? നമ്മളിനി കാൾടെക്സോത്തേക്ക് പോകണം. ചായ കുടിക്കണം. ചായപ്പൊടി എവിടെയില്ല. എല്ലാവരും കറണ്ടും പോയി. കാറ്റുമഴയിൽ എല്ലാവരും കൂട്ടി കെട്ടി. കറണ്ടും ഇല്ല, വീട്ടിൽ പോയി ഉറങ്ങാം. ഇനി നമുക്ക് അണ്ടർ ബ്രിഡ്ജിൻ്റെ അവിടെയുണ്ട് ചുമരിൽ നല്ലൊരു വർക്ക് ചെയ്തിട്ട്, അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ല ഭംഗിയുണ്ട് ചെയ്തിട്ട് കാണാൻ. അടിക്കുന്നുണ്ട്. എടുക്കുന്നുണ്ടോ? വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈറ്റ് വാഷ് ചെയ്തു കേട്ടോ. ഒരു കോട്ട് പ്രൈമർ അടിച്ച് അതെ. ഇനി പിന്നെ നമുക്ക് ഇത് മാത്രമായിട്ട് ഇതിന്റെ വർക്ക് കഴിഞ്ഞാല് ഇത് മാത്രമായിട്ട് വീഡിയോ എടുക്കണം. ഓക്കെ. ചായയാണോ ബൂസ്റ്റാണോ? ചായയുണ്ട്, ജ്യൂസ് ഉണ്ട്. ഓ ആയിരക്കാ എന്നാ വേണ്ടേ? ചായ. ചായ ഒക്കെ അതൊക്കെ ബൂസ്റ്റ് അവരോട് ഇതൊക്കെ ഒരു ചായ അവരോട് പ്രത്യേകം പറഞ്ഞ് എല്ലാ ബൂസ്റ്റ് എല്ലാവർക്കും ചോദിക്കും അവരിടണമെന്ന്. ഞാൻ ചോദിച്ചാലോ? നമ്മൾ സ്റ്റേഡിയത്തിനുള്ള ഒരു മിൽമാൻ്റെ ബൂത്തിൽ നിന്ന് ഒരു ചായ കുടിക്കേണ്ട പരിപാടിയാണ്. ഒരു ചായ കിട്ടിയോ? ആ എടുത്തോ, നീ പൈസ കൊടുക്കുമെങ്കിലും എടുത്തോ. നല്ലോണം മഴ പെയ്തില്ല. ഭയങ്കര കാറ്റാണ്. താഴ്ച നോക്കല്ലോ, ബാരിക്കേടുള്ള പറന്നിന് തൊട്ടുന്ന നാട്ടിൽ ചുഴലിക്കാറ്റന്നെയായിരിക്കും, അതാണ് എല്ലാം മറച്ചിട്ടുള്ളത്. ബാരിക്കേഡല്ലോ എന്തോ ബൈക്കുകാരെല്ലാം പോകുമ്പോ നിങ്ങൾ 21 കൂടാ കൂട്ടോ? യാ ഇതാ ചായപ്പൊടി ലമ്പാന്ന് കേട്ടാ. അത് ബൂസ്റ്റല്ലേ? അത് കുഴപ്പമൊന്നുമില്ലാലും ഞാനല്ലേ കുടിക്കുന്നു. ലംബാന്ന് കുടിച്ചു നോക്കില്ല. ഇതാ ചായപ്പൊടി. എന്റെ സലാഡിയാണ്. കാസർഗോഡാ? വീട് താമസിക്കലാ? തെക്കില റൂമിലാ? വീടെടുത്തു.
രാവിലെ തന്നെ ഓർക്കുക. പീലിക്കടവ് എവിടെയാണ്? പീലിക്കടവ് കാസർഗോഡ് പീലിക്കടവില്ലേ? ഇപ്പം പരിപാടി നടക്കുന്നില്ല ഗവൺമെന്റിന്റെ. പീലിക്കടവ് പിന്നെ 4ാം വാർഷികത്തിന് രണ്ടാം സർക്കാരിന്റെ 2ാം ഘട്ട സർക്കാർ 4ാം വാർഷികത്തിന് പരിപാടി നടക്കുന്നില്ലേ? കാസർഗോഡ് എവിടെയും അറിയില്ല. തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് ഉള്ള ഇതിൻ്റെ ഇടയിൽ ആയിരിക്കും. കാസർഗോഡാണോ? തളിപ്പറമ്പ് കണ്ണൂരാ? തൃക്കരിപ്പൂർ കഴിഞ്ഞിട്ട് തളിപ്പറമ്പ് കണ്ണൂരാണ്. കണ്ണൂരുണ്ട്. തൃക്കരിപ്പൂർ കഴിഞ്ഞിട്ടുള്ള അവിടെ ആയിരിക്കും ഈ നിങ്ങൾ പറഞ്ഞ സ്ഥലം. തൃക്കരിപ്പൂർ കാസർഗോഡല്ലേ? കാമരത്തിലെ പാട്ടും മൂളി വന്നു. സമയം 12:41 AM. കാൾടാക്സിൻ്റെ ബാരിക്കേഡുകൾ ഇവിടെ ചുഴലിക്കാറ്റടിച്ചിരുന്നെന്ന് ആര് പറഞ്ഞത്? മിൽമേൻ്റെ അവിടെ നിന്ന് പറഞ്ഞത് ഇതാ നമ്മൾ സാധാരണ കഴിക്കുന്ന തട്ടുകടേൻ്റെ ആ ഭാഗത്താ എത്തിയ നമ്മൾ തട്ടടി ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാത്തത് നേരത്തെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയതാണ്. അതിന് ശേഷം വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നൈറ്റ് ഡ്രൈവിന് വേണ്ടി പിന്നെയും വന്നതാണ്. അതുകൊണ്ടാണ് ഫുഡെല്ലാം നമ്മൾ നേരത്തെ കഴിച്ചു. ഒരു ദിവസം പിന്നെ തണക്കത്തെ മിൽമ ബൂത്തിൻ്റെ അടുത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. നല്ല ആൾക്കാരുണ്ട്, കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. മിൽമ ബൂത്ത് മാത്രമേ ഒരു ആശ്രയമുള്ളൂ, ബാക്കി ചായക്കടകളെല്ലാം അടച്ച്. അതുകൊണ്ട് അങ്ങനെയുള്ള പോലീസ് ഓക്കെ. അതിനിടക്ക് നമ്മളെ പോലീസ് തടഞ്ഞു നിർത്തി നമ്പറെല്ലാം വാങ്ങി. കാരണം നട്ടപ്പാതിരയാണ്. ഫോൺ നമ്പറെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളന്ന് ഒരിക്കൽ മുന്നേയും നൈറ്റ് ഡ്രൈവ് പോയ സമയത്ത് നമ്മള് മമ്പറത്തുനിന്ന് നമ്മുടെ പോലീസുകാർ നിർത്തി ചോദിച്ചില്ലേ എങ്ങോട്ടാ പോകുന്നു? അതെ, പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ലേ ഒരു കാഴ്ച അതുപോലെ. അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവൂലേ ചിലപ്പോ. ഈടിയെന്നല്ല നിക്കണ്ടത് ശരിക്കും അല്ലേ? ശരിക്കും പയ്യാമ്പല ഏരിയയിലാണ് നിക്കണ്ടത്. ആ ചെറിയ ചെക്കിങ്. കണ്ണൂരിന്റെ പുതിയൊരു റെസ്റ്റോറന്റ് വരുന്നുണ്ട്, മന്തി മഹൽ എന്ന് പറഞ്ഞിട്ട്. കമ്മിങ് സൂണാണ്. ആ സൈഡില കല്യാൺ സിക്സ് നേരെ ഓപ്പോസിറ്റ്. പിന്നെ മേലെ ചുവക്ക് നമ്മളത് വീഡിയോ നാളെ ഇടണം അല്ലേ? നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ലേ മുണ്ടയാട് റോട്ടിന് പുതിയൊരു ഒമാസ് റെസ്റ്റോറന്റ്. ഭയങ്കര തിരക്കാണ്. ഭയങ്കരമല്ല, നല്ല തിരക്ക്. നല്ല തിരക്കാണ്. നല്ല തിരക്ക് കൂടുതലുണ്ട്, ആൾക്കാർ കൂടുതലുണ്ട്. അത് നമ്മൾ പറഞ്ഞ പിടിച്ചിട്ടില്ലേ ഇവിടെ ഈ ഭയങ്കരം നല്ലതിനെ ഭയങ്കരം എന്ന വാക്ക് ചേർത്തിട്ട് പറയാൻ ഇവിടെ വിടുന്നില്ല. ഭയങ്കരം എന്ന് പറഞ്ഞാല് ഭയം അങ്കുരിക്കുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നാണ് ഭയങ്കരത്തിന്റെ അർത്ഥം. കൂടുതൽ എന്നല്ല ഭയങ്കരത്തിന്റെ അർത്ഥം. ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ പാടില്ല. ഭയങ്കരം എന്ന് പറഞ്ഞാല് പേടിപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത്. ഭയങ്കരം കാഴ്ച എന്നുള്ളത് നമ്മൾ പറയുമ്പോ പറയാം. അത് ഭയമുള്ള കാഴ്ചകളാകുമ്പോ പറയാം. ഭയമുള്ള കാഴ്ചകളാകുമ്പോ പറയാം അല്ലേ? അല്ലെങ്കിൽ വളരെ മനോഹരമായ മനോഹരമായെന്ന് പറയണം, അല്ലെങ്കിൽ അധികം ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയണം. ഭയങ്കര ആൾക്കാരെന്ന് പറയാൻ പാടില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ പേടിപ്പെടുത്തുന്ന ഇഷ്ടമാണെന്ന് തന്നെ. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, ഇങ്ങോട്ടാണ് ഈ തിടുക്കം? നീ
ചെല്ലേ പേടിയാവില്ലേ കോട്ടിനും ഞാനും വന്നോട്ടി. പോരെ? ഓ ഇത് വീണ്ടും ചിലപ്പോ യൂട്യൂബേഴ്സ് ആയിരിക്കുവേ. എത്താനായില്ലേ? നമ്മളെ വീടിന്റെ റോഡിലേക്ക് തിരിഞ്ഞില്ലേ? കടന്നു. സെക്യൂര മാളിന്റെ ബാക്ക് സൈഡ് പിറകു വശാണ് ഈ കാണുന്നത്. കാർ എക്സിറ്റ് ആണ് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മളെ റോഡ്. അങ്ങനെ നമ്മൾ തിരിച്ച് 12 AKG സ്ക്വയർ. അങ്ങനെ നമ്മൾ നമ്മുടെ ആരൂഢത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും മഴയെല്ലാം പെയ്തതുകൊണ്ട് തണുത്ത് ഉറങ്ങുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ സമയം 12:52 ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റ, ബൈ ബൈ, സി യു.